ഹായ് സ്റ്റുഡൻസ്, നമുക്ക് നെക്സ്റ്റ് പോർഷൻ കുറച്ച് പോർഷൻസ് ഉള്ളത് നെക്സ്റ്റ് പോർഷൻ പഠിക്കാം. അപ്പം നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾസ് ആണ്. നമ്മൾ ഓൾറെഡി റാൻഡം എക്സ്പെരിമെൻ്റ് പഠിച്ചു കഴിഞ്ഞു. റാൻഡം എക്സ്പെരിമെൻറ്റിനോട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ് എസ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കംസിനെ നമ്മൾ ഇവൻറ്റ്സ് എന്നാണ് വിളിക്കുന്നതെന്നറിയാം. പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെ റാൻഡം എക്സ്പെരിമെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കാര്യങ്ങളെ നമ്മൾ കുറച്ചും കൂടി തിയറൈസ് ചെയ്യണം. അതായത് തിയറി ഫോമിലേക്ക് കുറച്ചുകൂടി ഒരു അബ്സ്ട്രാക്ട് ഫോം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ജനറലൈസ് ചെയ്യുന്ന ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അവിടെയാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നത്. എന്താണ് ഒരു റാൻഡം വേരിയബിൾ എന്ന് ചോദിച്ചാൽ, ഈ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞ വേർഡിൽ രണ്ട് പാർട്ടാണുള്ളത്. വൺ ഇസ് ദ ടേം റാൻഡം ആൻഡ് ദി അതർ ഇസ് ദ ടേം വേരിയബിൾ. റാൻഡം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഓൾറെഡി ആ വേർഡ് റാൻഡം എക്സ്പെരിമെന്റിൽ പഠിച്ചു കഴിഞ്ഞതാണ്. റാൻഡം എന്ന് പറഞ്ഞാൽ ഓർഡർ ഇല്ലാതെ, പ്രത്യേകിച്ച് ഒരു സീക്വൻസ് ഇല്ലാതെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ റാൻഡം എന്ന് പറയുന്നത്. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് വേരിയബിൾ എന്ന് പറഞ്ഞ ടേം ആണ്. എന്താണ് ഒരു വേരിയബിൾ? ഒരു കോൺസ്റ്റന്റിന്റെ ഓപ്പോസിറ്റ് ആണ് വേരിയബിൾ. അതായത് വാല്യൂ മാറുന്ന ഒരു സാധനത്തിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ റാൻഡം വേരിയബിൾ എന്ന് വെച്ചാൽ എന്താണ്? റാൻഡമായിട്ട് വാല്യൂ മാറുന്ന ഒരു സംഗതിയാണ് റാൻഡം വേരിയബിൾ. ശരിക്കും പറഞ്ഞാൽ ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ ഔട്ട്കംസിനെ നമുക്ക് റാൻഡം വേരിയബിൾസ് ആയിട്ട് പറയാം. ഓക്കെ, അല്ലെ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ ഔട്ട്കം ആണ്. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, റാൻഡം വേരിയബിൾ എപ്പോഴും നമ്പേഴ്സ് ആയിട്ടേ വരുള്ളൂ. റാൻഡം വേരിയബിളിന്റെ വാല്യൂസ് എപ്പോഴും നമ്പേഴ്സ് ആയിരിക്കണം. അപ്പൊ നമ്പേഴ്സ് ആയിട്ട് വാല്യൂ വരുന്ന റാൻഡം എക്സ്പെരിമെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന, അല്ലെ റാൻഡം എക്സ്പെരിമെന്റ് ഔട്ട്കംസ് ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യുന്ന ഒരു സാധനത്തിനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. സാധാരണ ഈ റാൻഡം വേരിയബിൾസിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാറ്. എക്സ്, വൈ, ഇസഡ് എന്നൊക്കെ പറയുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാറ്. അപ്പൊ നമുക്കിനി അതിന്റെ ഡെഫിനേഷനിലോട്ട് പോവാം. എ റാൻഡം വേരിയബിൾ, നമ്മൾ അതിനെ ആർ വി എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. എ റാൻഡം വേരിയബിൾ ആർ വി ഈസ് എ വേരിയബിൾ ദാറ്റ് ചേഞ്ചസ് വാല്യൂസ് റാൻഡംലി. അപ്പൊ ആ വേരിയബിൾ എങ്ങനെയാണ്? അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എങ്ങനെയാണ് ചേഞ്ച് ചെയ്തത്? ഡിപ്പെൻഡിങ് ഓൺ ദി ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ്. ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ ഔട്ട്കംസിനനുസരിച്ച് വാല്യൂസ് മാറുന്ന ഒരു സംഗതിയാണ് നമ്മൾ ഒരു റാൻഡം വേരിയബിൾ എന്ന് വിളിക്കുന്നത്. Usually, random variables are denoted by capital letters. Example, capital X, capital Y, capital Z, etc. അപ്പോൾ ഒരു ഡൈറോളിംഗ് എക്സ്പെരിമെന്റിന്റെ ഔട്ട്കംസിനെ നമുക്ക് വേണമെങ്കിൽ എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂസ് ഒരു ഡൈ റോൾ ചെയ്യുമ്പം, ഒരു ഡൈ ഇടുമ്പോൾ നമ്മുടെ ഔട്ട്കംസ് എന്തൊക്കെയാണ്? ഒന്നിൽ നമുക്ക് നമ്പർ 1 കിട്ടും, അല്ലെ 2 കിട്ടും, അല്ലെ 3 കിട്ടും, അങ്ങനെ 6 വരെ കിട്ടും. അപ്പൊ എക്സിനെ നമുക്ക് വേണമെങ്കിൽ ദി ഔട്ട്കം ഓഫ് എ ഡൈറോളിംഗ് എക്സ്പെരിമെന്റ് എന്ന് ഡിഫൈൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂസ് എന്തായിരിക്കും? 1, 2, 3, 4, 5, 6. ഇതായിരിക്കും എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിന്റെ വാല്യൂ. അടുത്ത എന്താ എഴുതിയേക്കുന്നത് നോക്കൂ. എ റാൻഡം വേരിയബിൾ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഫംഗ്ഷൻ. റാൻഡം വേരിയബിൾ ഒരു ഫംഗ്ഷൻ ആണ്. രണ്ട് കാര്യങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അതിലെ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ റാൻഡം എക്സ്പെരിമെന്റിന്റെ ഔട്ട്കംസ് കിടക്കുന്ന സ്ഥലം, അതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ്. അടുത്തതെന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിളിന്റെ വാല്യൂസ് എപ്പോഴും നമ്പേഴ്സ് ആയിരിക്കണം. അതുകൊണ്ട് രണ്ടാമത്തേതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സും സാമ്പിൾ സ്പേസും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് റാൻഡം വേരിയബിളിനെ ഡിഫൈൻ ചെയ്യാം. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, എ റാൻഡം വേരിയബിൾ ഈസ് എ വേരിയബിൾ ദാറ്റ് ചേഞ്ചസ് വാല്യൂസ് റാൻഡംലി ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ്. Okay, it is a function connecting the sample space of a random experiment to the set of real numbers. Sample space ഉം set of real numbers ഉം തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷനെ നമുക്ക് റാൻഡം വേരിയബിൾ എന്ന് വിളിക്കാം. ഇനി ഒരു റാൻഡം വേരിയബിളിന്റെ വാല്യൂസ്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഡൈറോളിംഗ് എക്സ്പെരിമെന്റിന്റെ ഔട്ട്കം, അതിനെ നമ്മളൊരു റാൻഡം വേരിയബിൾ എന്ന് ഡിഫൈൻ ചെയ്താൽ അത് എടുക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 ആയിരിക്കും.
എന്തുകൊണ്ടാണ് അങ്ങനെ? ഡൈ റോൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്കംസ് അതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഈ റാൻഡം വേരിയബിളിന്റെ റേഞ്ച് ആണിത് എന്നാണ് പറയുന്നത്. ഈ 1 2 3 4 5 6നെ നമ്മൾ റേഞ്ച് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ വാല്യൂസ് ടേക്കൺ ബൈ ദ റാൻഡം വേരിയബിൾ ഈസ് കോൾഡ് ദ റേഞ്ച് ഓഫ് ദ റാൻഡം വേരിയബിൾ. റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് അതിന്റെ റേഞ്ച്. പിന്നെ നമ്മൾ 1-2 എക്സാമ്പിൾസ് നോക്കുകയാണ്. ആദ്യത്തെ എക്സാമ്പിൾ, സപ്പോസ് യു ടോസ് എ കോയിൻ. നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യാണ്. നമുക്കറിയാം ഒരു കോയിൻ ടോസ് ചെയ്താലത്തെ ഔട്ട്കംസ് എന്തൊക്കെയാണ്, അതിന്റെ സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? ഒരു കോയിൻ ടോസ് ചെയ്താൽ ഒന്നിൽ നമുക്ക് ഹെഡ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ടെയിൽ കിട്ടും. അപ്പൊ HT ആണ് നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്ത് ഞാനൊരു റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഇവിടെ നമുക്ക് റാൻഡം വേരിയബിൾ എക്സ് ഇസ് ദ ഔട്ട്കം ഓഫ് എ കോയിൻ ടോസിങ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞ് എക്സ് ഈക്വൽ ടു H, T എന്ന് എഴുതാൻ പറ്റില്ല. എന്തുകൊണ്ടാ പറ്റാത്തത്? റാൻഡം വേരിയബിളിന്റെ വാല്യൂസ് എപ്പോഴും നമ്പേഴ്സ് ആയിരിക്കണം എന്നൊരു കണ്ടീഷൻ ഉണ്ട്, അതുകൊണ്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മളൊരു പ്രത്യേക രീതിയിൽ ആ റാൻഡം വേരിയബിളിനെ ഡിഫൈൻ ചെയ്യാണ്. എങ്ങനെയാണ് നോക്കൂ. ഡിഫൈൻ എ റാൻഡം വേരിയബിൾ എക്സ് ആസ് എക്സ് ഈക്വൽ ടു 1 ഇഫ് യു ഗെറ്റ് ഹെഡ്. അതായത് ഹെഡാണ് കിട്ടുന്നതെങ്കിൽ, ഒരു കോയിൻ ടോസ് ചെയ്തുമ്പോൾ ഹെഡാണ് കിട്ടുന്നതെങ്കിൽ എക്സിന് ഞാൻ 1 എന്ന് കൊടുക്കും. അതല്ല ടെയിലാണ് കിട്ടുന്നതെങ്കിൽ എക്സിന് ഞാൻ 0 എന്ന് കൊടുക്കും. അപ്പൊ ഇവിടെ ഞാൻ എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിളിനെ കോയിൻ ടോസിങ്ങുമായിട്ട് കണക്ട് ചെയ്യാണ്. എന്നിട്ട് എന്ത് പറയുന്നു? എക്സിന് 2 വാല്യൂസ് ഉണ്ട്, 0ഉം 1ഉം. എപ്പോഴാണ് എക്സ് 0 ആവുന്നത്? ഞാൻ കോയിൻ ടോസ് ചെയ്യുമ്പോൾ എനിക്ക് ടെയിൽ കിട്ടിയാൽ എക്സ് 0 ആവും. ഞാൻ കോയിൻ ടോസ് ചെയ്യുമ്പോൾ എനിക്ക് ഹെഡ് കിട്ടിയാൽ എക്സ് 1 ആകും. അപ്പൊ ഈ രീതിയിൽ നമുക്കൊരു കോയിൻ ടോസിങ് എക്സ്പെരിമെന്റുമായിട്ട് കണക്ട് ചെയ്തൊരു റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇവിടെ റാൻഡം വേരിയബിളിന്റെ വാല്യൂസ് എന്തനുസരിച്ചിട്ടാണ് മാറുന്നത്? ഹെഡ് കിട്ടിയാൽ 1, ടെയിൽ കിട്ടിയാൽ 2. അപ്പൊ നമ്മുടെ റാൻഡം എക്സ്പെരിമെന്റ്, കോയിൻ ടോസിങ് എന്ന് പറയുന്ന റാൻഡം എക്സ്പെരിമെന്റിന്റെ ഔട്ട്കത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് എക്സിന്റെ വാല്യൂസ് മാറുന്നത്. അതായിരുന്നു നമ്മൾ ആ ഡെഫിനിഷനിൽ ആദ്യം പറഞ്ഞത്. റാൻഡം വേരിയബിൾ ടേക്സ് വാല്യൂസ് റാൻഡംലി ഡിപ്പെൻഡിങ് ഓൺ ദി ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ എക്സ് ഇസ് എ റാൻഡം വേരിയബിൾ ബിക്കോസ്, എന്തുകൊണ്ടാണ് എക്സിനെ നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് വിളിക്കുന്നത്? ഇറ്റ്സ് വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ദി റാൻഡം ഔട്ട്കം ഓഫ് ദി കോയിൻ ടോസിങ് എക്സ്പെരിമെന്റ്. കോയിൻ ടോസിങ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന റാൻഡം എക്സ്പെരിമെന്റിന്റെ ഔട്ട്കം അനുസരിച്ചാണ് എക്സിന്റെ വാല്യൂസ് മാറുന്നത്. അതുകൊണ്ട് എക്സിനെ നമ്മളൊരു റാൻഡം വേരിയബിൾ എന്ന് വിളിക്കും. അതേപോലെ നമ്മുടെ ഡൈ റോളിംഗ് എക്സ്പെരിമെന്റിന്റെ എക്സാമ്പിൾ, അതാണ് രണ്ടാമത്തെ എക്സാമ്പിൾ. When a die is rolled, when rolling a die, the random variable x can be defined as the number that appears. ഒരു ഡൈയുടെ ഫേസിൽ നമ്മൾ കാണുന്ന നമ്പർ ആയിട്ട് എക്സിനെ ഡിനോട്ട് ചെയ്താൽ എക്സിന്റെ വാല്യൂസ് എന്തായിരിക്കും? 1 2 3 4 5 or 6. ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും എക്സ് എടുക്കുന്നത്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് റാൻഡം വേരിയബിളിനെ മാറ്റി ഒന്നും ഡിഫൈൻ ചെയ്യണ്ട, കാരണം എക്സിന്റെ വാല്യൂസ് ഇവിടെ ഓൾറെഡി നമ്പേഴ്സ് ആണ്. മറ്റേ കോയിൻ ടോസിങ്ങിന്റെ കേസിൽ നമ്മളൊരു ചെറിയ ട്വിസ്റ്റ് കൊടുത്തായിരുന്നു അല്ലെ? എന്ത് പറഞ്ഞു? H and T ആണ് ഔട്ട്കം, പക്ഷെ എക്സിനെ ഡിഫൈൻ ചെയ്തപ്പോൾ നമ്മൾ അതിന് 1 എന്നും 0 എന്നും വാല്യൂ കൊടുത്തു. ശരിക്കുള്ള ഔട്ട്കത്തിനെ അല്ല എക്സിന്റെ വാല്യൂസ് ആയിട്ട് എടുത്തത്. അതിന്റെ റീസൺ ഇവിടുത്തെ ഔട്ട്കം നമ്പേഴ്സ് അല്ലാത്തോണ്ടാണ്. ഔട്ട്കം നമ്പേഴ്സ് ആണെങ്കിൽ ഈ രണ്ടാമത്തെ എക്സാമ്പിളിൽ പറയുന്ന പോലെ എക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ നമ്പർ obtained when a die is rolled എന്ന രീതിയിൽ എടുത്താൽ എക്സിന്റെ വാല്യൂസിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു 1, 2, 3, 4, 5, 6 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനിയും ഇപ്പൊ റാൻഡം വേരിയബിൾ എന്താന്നുള്ളത് മനസ്സിലായാലോ? ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ ഔട്ട്കവുമായിട്ട് കണക്റ്റ് ആയി കിടക്കുന്ന ഒരു വേരിയബിളിനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഈ റാൻഡം വേരിയബിളിന്റെ വാല്യൂസിന് പറയുന്ന പേര് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്തായിരുന്നു റാൻഡം വേരിയബിളിന്റെ വാല്യൂസിന് നമ്മൾ കൊടുക്കുന്ന പേര്? റേഞ്ച് എന്നാണ്. ഓക്കെ, അപ്പൊ ഈ റേഞ്ചിന്റെ സ്വഭാവം അനുസരിച്ച് റാൻഡം വേരിയബിളിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. 2 രീതിയിലെ റാൻഡം വേരിയബിൾസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. വൺ ഇസ് കോൾഡ് ദ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് കോൾഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ.
അപ്പോൾ വായിച്ചേ, there are mainly two types of random variables, the discrete random variable and the continuous random variable. ഇതെങ്ങനെയാണ് വരുന്നത്? ഡിപ്പെൻഡിങ് അപ്പോൺ ദ റേഞ്ചിന്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ് ഈ റാൻഡം വേരിയബിൾസിനെ നമ്മൾ ഡിസ്ക്രീറ്റ് ആണോ കണ്ടിന്യൂസ് ആണോ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞേക്കുന്ന എക്സാമ്പിൾസ്, തൊട്ട് മുന്നേ പറഞ്ഞ എക്സാമ്പിൾസിൽ ആദ്യത്തേതിൽ എക്സിന്റെ വാല്യൂസ് എന്തായിരുന്നു? എക്സിന്റെ വാല്യൂ 0, 1 ആയിരുന്നു. രണ്ടാമത്തേതിലെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 ആണ്. ഇത് രണ്ടും, ഈ രണ്ട് കേസും ഡിസ്ക്രീറ്റ് വാല്യൂസിന്റെ കേസാണ്. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് പറഞ്ഞാൽ ഇത് രണ്ടും ഫൈനൈറ്റ് ആണല്ലോ. എക്സിന്റെ വാല്യൂസ് ഇവിടെ ഫൈനൈറ്റ് ആണല്ലോ. എന്താണ് ഫൈനൈറ്റ് ഇൻഫൈനൈറ്റ് എന്ന് വെച്ചാൽ അർത്ഥം? നമുക്ക് കൗണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ ഫൈനൈറ്റ്, കൗണ്ട് ചെയ്ത് തീർക്കാൻ പറ്റാത്തതാണെങ്കിൽ ഇൻഫൈനൈറ്റ്. അപ്പൊ ഇങ്ങനെ എക്സിന്റെ വാല്യൂസ് നമുക്ക് 0, 1 അല്ലെ 1, 2, 3, 4 ഇങ്ങനെ പറക്കി എഴുതാൻ പറ്റിയാൽ, ഇങ്ങനെ എഴുതാൻ പറ്റുന്നതിനെ നമ്മൾ കൗണ്ടബിൾ എന്നാണ് പറയുന്നത്. അങ്ങനെ എഴുതാൻ പറ്റിയാൽ, അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂസ് ഫൈനൈറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? റാൻഡം വേരിയബിളിനെ ഡിസ്ക്രീറ്റ് എന്ന് വിളിക്കും. ഓക്കെ, അതാണ് ഒന്നാമത്തെ. A random variable is said to be discrete if it takes only countable values. Countable എന്ന് വെച്ചാൽ എന്താ മീനിങ്? റാൻഡം വേരിയബിളിലെ വാല്യൂസിനെ നമുക്ക് ഇങ്ങനെ കോമയിട്ട് എഴുതാൻ പറ്റുന്നതിനെയാണ് കൗണ്ടബിൾ എന്ന് പറയുന്നത്. നമ്മൾ സാമ്പിൾ സ്പേസ് ഒക്കെ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ മറ്റേ എന്താ പറയുന്നത്, ആരോ ഷൂട്ട് ചെയ്യുന്ന എക്സ്പെരിമെന്റും പിന്നെ അതൊക്കെ നമ്മൾ പഠിച്ചായിരുന്നല്ലോ, ഓർമ്മയില്ലേ? ടാർഗറ്റിലോട്ട് ആരോ ഷൂട്ട് ചെയ്യുന്ന കാര്യമൊക്കെ അത് കണ്ടിന്യൂസ് ആയിരുന്നു, അല്ലാതെ എല്ലാം നമ്മൾ കുറെ എക്സാമ്പിൾസ് പറഞ്ഞെല്ലാം ഡിസ്ക്രീറ്റ് ആയിരുന്നു എന്നൊക്കെ സാമ്പിൾ സ്പേസിൽ പറഞ്ഞു. അതേ കൺസെപ്റ്റ് ആണ് ഇവിടെയും. റാൻഡം വേരിയബിളിന്റെ വാല്യൂസിനെ നമുക്ക് കോമയിട്ട് പറക്കി എഴുതാൻ പറ്റിയാൽ, അല്ലെങ്കിൽ അത് കൗണ്ടബിൾ ആണെങ്കിൽ, അങ്ങനെ എഴുതാൻ പറ്റുവാണെങ്കിൽ അത് കൗണ്ടബിൾ ആയിരിക്കും. കൗണ്ടബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ റാൻഡം വേരിയബിളിന്റെ വാല്യൂസ് ഫൈനൈറ്റ് ആണെങ്കിൽ, ഫൈനൈറ്റ് എല്ലാം ഓട്ടോമാറ്റിക്കലി കൗണ്ടബിൾ ആയിരിക്കും, ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? റാൻഡം വേരിയബിളിനെ നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് വിളിക്കും. അപ്പൊ ഒന്നുകൂടെ പറയാം. എ റാൻഡം വേരിയബിൾ എക്സ് ഇസ് സെഡ് ടു ബി ഡിസ്ക്രീറ്റ്, is said to be a discrete random variable if it can take only countable values. ഈ കൗണ്ടബിൾ വാല്യൂസ് പൊതുവെ ഹോൾ നമ്പേഴ്സ് ആയിരിക്കും. എന്താണ് ഹോൾ നമ്പേഴ്സ്? ഈ 0, 1, 2, 3, 4 എന്ന് പറയുന്നതാണ് ഹോൾ നമ്പേഴ്സ്. അങ്ങനെയുള്ള കേസിൽ the range of x will be countable. അപ്പോൾ ഒരു കൗണ്ടബിൾ റാൻഡം വേരിയബിൾ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എക്സിന്റെ റേഞ്ച് നോക്കിയാൽ മതി. നമ്മുടെ കയ്യിലെ എക്സിന്റെ റേഞ്ച് കൗണ്ടബിൾ ആണെങ്കിൽ റാൻഡം വേരിയബിൾ എന്തായിരിക്കും? ഡിസ്ക്രീറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലെ രണ്ടും ഡിസ്ക്രീറ്റ് ആണ്. കോയിൻ ടോസിങ് എക്സ്പെരിമെന്റിലെ എക്സും ഡിസ്ക്രീറ്റ് ആണ്, പിന്നെ ഡൈറോളിങ് എക്സ്പെരിമെന്റിലെ എക്സും ഡിസ്ക്രീറ്റ് ആണ്. കാരണം രണ്ട് കേസിലും നമുക്ക് വാല്യൂസിനെ ഫൈനൈറ്റ് ആയിട്ടും കോമയിട്ട് പറക്കി കൗണ്ടബിൾ ആയിട്ടും എഴുതാൻ പറ്റും. അതുകൊണ്ട് അത് ഡിസ്ക്രീറ്റ് ആണ്. ഇതതിന്റെ സെയിം ആണ്, നമ്മൾ നേരത്തെ എഴുതിയ അതേ എക്സാമ്പിൾ ആണ്. രണ്ടും ഡിസ്ക്രീറ്റ് ആണ് നമ്മൾ പറയാണ്. ഇത് രണ്ടിന്റെ കേസിലും എക്സിന് ഫൈനൈറ്റ് വാല്യൂസേ ഉള്ളൂ, അതുകൊണ്ട് അത് ഡിസ്ക്രീറ്റ് ആണ്. ഈ മൂന്നാമതൊരു എക്സാമ്പിളോട് നമ്മൾ പറയുന്നുണ്ട്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആബ്സെന്റ് ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിൽ നമ്പർ ഓഫ് ആബ്സെന്റ്, ഒരു ദിവസം ആബ്സെന്റ് ആവുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസ് അതെന്തായിരിക്കും? ഒരു ദിവസം ഒരു ക്ലാസ്സിൽ ആബ്സെന്റ് ആവുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ഞാൻ എക്സ് എന്ന് ഡിനോട്ട് ചെയ്താൽ എക്സിന്റെ വാല്യൂസ് എങ്ങനെയായിരിക്കാം? ചില ദിവസം എല്ലാവരും പ്രസന്റ് ആയിരിക്കും അല്ലെ? അങ്ങനെ ആവുമ്പോൾ എക്സ് 0 ആയിരിക്കും. ചില ദിവസം ഒരാൾ ആബ്സെന്റ് ആവും, ചില ദിവസം 2 പേര് ആബ്സെന്റ് ആവും. അങ്ങനെ എത്ര പേർക്ക് ആബ്സെന്റ് ആവാൻ പറ്റും? ക്ലാസ്സിൽ എത്ര പേരുണ്ടോ അത്രയും പേർക്കും ആബ്സെന്റ് ആവാൻ പറ്റും. അപ്പൊ ക്ലാസിന്റെ സ്ട്രെങ്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ എക്സിന്റെ വാല്യൂസിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര എന്ന് എഴുതാൻ പറ്റും. കാരണം ക്ലാസ്സിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആബ്സെന്റ് ആവുന്ന ആൾക്കാരുടെ എണ്ണവും ഇൻഫൈനൈറ്റ് ആയിട്ട് മാറും. കാരണം ക്ലാസ്സിൽ എത്ര പേരുണ്ടോ അത്രയും പേർക്കും ആബ്സെന്റ് ആകാമല്ലോ. അപ്പൊ ഇവിടെ ഡൈ റോൾ ചെയ്യുന്ന പോലെ 6 എന്ന് പറഞ്ഞ 6 എന്ന് പറയുന്ന നമ്പറിൽ വന്ന് നിൽക്കില്ല. കാരണം ആബ്സെന്റീസിന്റെ എണ്ണം 0 ആകാം, 1 ആകാം, 2 ആകാം, എക്സെട്ര എത്ര വരെ പോവാം?
എത്ര സ്റ്റുഡൻസ് ക്ലാസ്സിലുണ്ടോ അത്രയും വരെ പോകാം. അതുകൊണ്ട് ഇവിടെ നമ്മൾ എക്സ് എഴുതുന്നത് എക്സ് ഈക്വൽ ടു 0, 1, 2, 3, 4, എക്സെട്ര എന്ന് എഴുതിയാൽ മതി. അപ്പർ വാല്യൂ പറയാൻ പറ്റില്ല. പറയാൻ പറ്റാത്തതിന്റെ കാരണം തിയററ്റിക്കലി സ്പീക്കിംഗ് ഇൻഫൈനൈറ്റ് ആണ് അപ്പർ വാല്യൂ. കാരണം ഇൻഫൈനൈറ്റ് കുട്ടികൾ ക്ലാസ്സിലുണ്ടെങ്കിൽ ഇൻഫൈനൈറ്റ് ആബ്സെൻസ് വരും അല്ലേ? അതുകൊണ്ട് എക്സിന്റെ വാല്യൂവിന് ഒരു അപ്പർ ലിമിറ്റ് ഇല്ല. അപ്പൊ ഇങ്ങനെ പറയുമ്പോഴും ഇവിടെ ഇപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫൈനൈറ്റ് ആണ്. പക്ഷെ സ്റ്റിൽ അതിന്റെ വാല്യൂസ് നമുക്ക് ഇങ്ങനെ പറക്കി പറക്കി എഴുതാൻ പറ്റുമല്ലോ. അതായത് എക്സിന്റെ ഒരു വാല്യൂ 7 ആണെങ്കിൽ അടുത്ത വാല്യൂ 8 ആയിരിക്കും. ഒരു വാല്യൂ 105 ആണെങ്കിൽ അടുത്ത വാല്യൂ 106 ആയിരിക്കും. ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന സ്ഥിതിക്ക് എക്സ് എന്ന് പറയുന്നത് എഗെയിൻ ഡിസ്ക്രീറ്റ് ആണ്. ഇപ്പൊ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു വെച്ചോണം. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനെ പറ്റിയാണ്. ഇപ്പൊ എന്താണ് ഒരു റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റ് ആവുന്നത്? എപ്പോഴാണ്? അതിന്റെ റേഞ്ച് കൗണ്ടബിൾ ആകുമ്പോഴാണ് ഒരു റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ഇനിയും അതിന്റെ ഓപ്പോസിറ്റ് സാമ്പിൾ സ്പേസിൽ നമ്മൾ ഡിസ്ക്രീറ്റ് സാമ്പിൾ സ്പേസും കണ്ടിന്യൂസ് സാമ്പിൾ സ്പേസും പഠിച്ചു. അതേപോലെ ഇവിടെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ദർ ഇസ് അനദർ തിങ് കോൾഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. എന്താണ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ? കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ വാല്യൂസ് നമുക്ക് ഇങ്ങനെ 0, 1, 2 ഇങ്ങനൊന്നും ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടെങ്കിൽ അടുത്ത പോസിബിൾ വാല്യൂ എന്താന്ന് ഗസ് ചെയ്യാൻ പറ്റില്ല. ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ റേഞ്ച് എപ്പോഴും എങ്ങനെയായിരിക്കും? ഇങ്ങനെ ഇന്റർവെൽസിലായിരിക്കും കിടക്കുന്നത്. അതായത് എക്സിന്റെ വാല്യൂ 0ക്കും 1നും ഇടയിലെ എല്ലാ റിയൽ നമ്പേഴ്സും എടുക്കും. അല്ലെ എക്സിന്റെ വാല്യൂ 1നും 10നും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും വാല്യൂസ് ആയിട്ട് എടുക്കും. ഇങ്ങനെ ഒരു ഇന്റർവെൽ ഫോമിൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ റാൻഡം വേരിയബിൾ ദാറ്റ് ക്യാൻ ടേക്ക് എനി വാല്യൂ വിത്തിൻ ആൻ ഇന്റർവെൽ. ഒരു ഇന്റർവെലിനുള്ളിലെ എന്ത് വാല്യൂ വേണേലും, എത്ര ഡെസിമലുള്ള വാല്യൂ വേണേലും നമുക്ക് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെതായിട്ട് എടുക്കാം. ഓക്കെ, അതിന്റെ കുറച്ച് എക്സാമ്പിൾ ആണ് ആൾക്കാരുടെ ഹൈറ്റ്. ആൾക്കാരുടെ ഹൈറ്റ് നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്താൽ സെന്റിമീറ്റർ അല്ല ഫീറ്റ്, പിന്നെ ഇഞ്ച്, മേ ബി സെന്റിമീറ്ററിലും മീറ്ററിലും ആണെങ്കിൽ മീറ്റർ, സെന്റിമീറ്റർ, മൈക്രോമീറ്റർ, അങ്ങനെ എത്ര കുഞ്ഞു യൂണിറ്റിൽ വേണമെങ്കിലും നമുക്ക് അതിനെ മെഷർ ചെയ്യാം. ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യുമ്പം ഹൈറ്റ് ഹോൾ നമ്പേഴ്സ് ആയിട്ട് കിട്ടാൻ ചാൻസ് കുറവല്ലേ? എൻ്റെ ഹൈറ്റ് 5, അടുത്ത ആളുടെ ഹൈറ്റ് 6, അടുത്ത ആളുടെ ഹൈറ്റ് 7, ഇങ്ങനെ വരാൻ ചാൻസ് കുറവല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈറ്റ് എന്ന് പറയുന്നതിന്റെ വാല്യൂസ് ഹോൾ നമ്പേഴ്സ് മാത്രം ആവണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി എനി റിയൽ നമ്പർ. ഒരാളുടെ ഹൈറ്റ് നമുക്ക് 50ക്കും 55 അല്ല 1.55നും അല്ലെങ്കിൽ സെന്റിമീറ്റേഴ്സ് പറഞ്ഞാൽ 150ക്കും 160ക്കും ഇടയ്ക്ക് കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിടയിലുള്ള ഏത് റിയൽ നമ്പറും അതിന് വാല്യൂ ആയിട്ട് എടുക്കാം. അപ്പൊ ആ രീതിയിൽ ഒരു ഇന്റർവെല്ലിലെ ഏത് റിയൽ നമ്പറും എക്സിന് വാല്യൂ ആകുകയാണെങ്കിൽ ആ എക്സിനെ നമ്മൾ കണ്ടിന്യൂസ് എന്ന് പറയും. അപ്പൊ അതിലൊരു എക്സാമ്പിൾ ഹൈറ്റ് ഓഫ് എ സ്റ്റുഡന്റ് ആണ്. രണ്ടാമത്തെ എക്സാമ്പിൾ ഒരു സ്ഥലത്തെ ടെമ്പറേച്ചർ ഹോൾ നമ്പറിൽ തന്നെ നിൽക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. ഇന്ന് 32 ആണെങ്കിൽ നാളെ 33, പിന്നെ 34, അങ്ങനെ തന്നെ വന്നേ പറ്റുള്ളൂ നിർബന്ധമുണ്ടോ? അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ടെമ്പറേച്ചറിനെ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്താൽ അത് ഡെസിമൽ ഇട്ട വാല്യൂസ് ആയിട്ട് വരും. ഡെസിമൽ ഇട്ട വാല്യൂസ് ആയിട്ട് വന്നാൽ രണ്ട് വാല്യൂസിനിടയിൽ എനി നമ്പർ ഓഫ് ഡെസിമൽ വാല്യൂസ് അതിനെടുക്കാം. അതായത് 28.1 കഴിഞ്ഞാൽ 28.15 തന്നെ വേണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി എനി നമ്പർ. അപ്പൊ അവിടെ ടെമ്പറേച്ചർ നമ്മൾ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? 28 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30, ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ ഹൈറ്റ് എങ്ങനെ എഴുതാൻ പറ്റും? 150 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 180. ഇങ്ങനെ ഇന്റർവെൽ ഫോമിൽ മാത്രമേ നമുക്കത് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ മാത്രം എഴുതാൻ പറ്റുന്ന റാൻഡം വേരിയബിൾസിനെ നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് എന്ന് വിളിക്കും. വേറൊരെണ്ണം ഒരു റേസ് ഫിനിഷ് ചെയ്യാൻ എടുക്കുന്ന ടൈം. ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്താൽ ടൈം ഒരു കണ്ടിന്യൂസ് സാധനമാണ് അല്ലേ? ഒരാൾ റേസ് എൻഡ് ചെയ്യുന്നത് 10.2 സെക്കൻഡ്സിലാണെങ്കിൽ അടുത്ത ആള് 10.3 വേണം നിർബന്ധമില്ല. 10.2 കഴിഞ്ഞിട്ടുള്ള ഏത് റിയൽ നമ്പർ വേണേലും പറയാം. അപ്പൊ നമുക്കിവിടെ എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? 10.2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സപ്പോസ് മാക്സിമം വാല്യൂ 10.8 ആണെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ റേഞ്ച് എപ്പോഴും
അൺകൗണ്ടബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഇൻഫൈനൈറ്റ് പറയുന്നത് തെറ്റാണ്, അൺകൗണ്ടബിൾ ആയിരിക്കും. ഓക്കെ, ഇറ്റ് ക്യാൻ ടേക്ക് എനി വാല്യൂ വിത്തിൻ ആൻ ഇന്റർവൽ. അപ്പോൾ അതാണ് രണ്ട് റാൻഡം വേരിയബിൾസ്. വൺ ഇസ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആൻഡ് ദി അതർ ഇസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ഇനിയും ഈ റാൻഡം വേരിയബിൾ ഒക്കെ നമ്മൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ സിറ്റുവേഷൻസിനെ ജനറലൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരേപോലെ സ്വഭാവമുള്ള പല പല സിറ്റുവേഷൻസ് നമുക്കുണ്ടാകാം. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ പറയാൻ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു പിന്നെ ഒരു നാട്ടിൽ അല്ലെ ഒരു സിറ്റിയിൽ നടക്കുന്ന കോളറ മരണം. ഓക്കെ, അതിനെ ഞാൻ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാണ്. നമ്പർ ഓഫ് ഡെത്ത്സ് ഡ്യൂ ടു കോളറ ഇൻ എ സിറ്റി. അപ്പൊ എക്സിന്റെ വാല്യൂ തിയററ്റിക്കലി എന്തായിരിക്കും? ഡെത്ത് ആണ്. അപ്പൊ ആരും മരിക്കാതിരിക്കാം, ഒരാൾ മരിക്കാം, 2 പേര് മരിക്കാം, 10 പേര് മരിക്കാം, 1000 പേര് മരിക്കാം, എത്ര പേര് വേണേലും മരിക്കാം, അല്ലേ? അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0, 1, 2, എക്സെട്ര ആണ്. ഈ എക്സ് ഡിസ്ക്രീറ്റ് ആണോ കണ്ടിന്യൂസ് ആണോ? എങ്ങനെ കണ്ടുപിടിക്കും? എക്സിന്റെ വാല്യൂ പറക്കി എഴുതാൻ പറ്റിയ അത് ഉറപ്പായിട്ട് ഡിസ്ക്രീറ്റ് ആയിരിക്കും. അപ്പൊ ഇത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. നമ്പർ ഓഫ് ആക്സിഡൻസ് ഇൻ എ സിറ്റി, അപ്പോ നമ്പർ ഓഫ് ഡെത്ത്സ് ഡ്യൂ ടു കോളറ ഇൻ എ സിറ്റി, അതാണ് എക്സ്. ഇനി ഞാൻ അടുത്ത വേരിയബിൾ പറയാണ് ക്യാപിറ്റൽ വൈ. അതെന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡെത്ത്സ് ഡ്യൂ ടു നമ്പർ ഓഫ് ആക്സിഡൻസ് ഇൻ എ സിറ്റി ആണ് വൈ. ഒരു സിറ്റിക്കകത്ത് ആക്സിഡന്റിന്റെ വാല്യൂ എന്തായിരിക്കും? ചില ദിവസം ആരും ആക്സിഡന്റ് ആവില്ല, ചില ദിവസം ഒരാള്, ചില ദിവസം 2 ആള്, അങ്ങനെ ഇറ്റ് വിൽ ഗോ അപ് ടു ഇൻഫിനിറ്റി, അല്ലേ? അപ്പൊ ഇവിടെ ഈ 2 വേരിയബിൾസിനും ഒരേ സ്വഭാവമാണുള്ളത്. കാരണം ഒന്ന്, കോളറ വെച്ചിട്ടുള്ള മരണം ഭയങ്കര റെയർ ആണ്. 2, സിറ്റിക്കകത്ത് ആക്സിഡന്റ് വെച്ചിട്ടുള്ള മരണം അതും ഭയങ്കര റെയർ ആണ്. മാത്രമല്ല, നമ്മൾ സാധാരണ ഒരു ദിവസം എടുത്താൽ ഈ എക്സിന്റെ വാല്യൂ കുറഞ്ഞിരിക്കാനാണ് സാധ്യത. നമ്മൾ ഒരിക്കലും 50,000 ആക്സിഡൻസ് ഇൻ എ സിറ്റിന്നോ 25,000 കോളറ മരണമെന്നോ ഒന്നും കേൾക്കാറില്ല. കേട്ടാൽ പോലും ഒരു കോളറ മരണം, അല്ലെ 2 കോളറ മരണം, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ്, അല്ലെ 2 ആക്സിഡന്റൽ ഡെത്ത്, ഇത്രയൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അതായത് എക്സിന്റെ ചെറിയ വാല്യൂസിനാണ് സാധ്യത കൂടുതൽ. അപ്പൊ ഇങ്ങനെ ഒരേ സ്വഭാവമുള്ള ഒത്തിരി വേരിയബിൾസ് ഉള്ളപ്പം അതിനെ ഒന്നിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ജനറലൈസേഷനും ജനറലൈസ് സ്റ്റഡീസിനും അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഈ റാൻഡം വേരിയബിൾസിന് ആക്ച്വലി അതിന് സ്വന്തമായിട്ട് കുറെ ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഒരാൾക്കൊരു പേരുണ്ട്, അയാൾക്കൊരു വീട്ടഡ്രസ് ഉണ്ട്, അല്ല അയാൾക്ക് അമ്മയുണ്ട്, അച്ഛനുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ റാൻഡം വേരിയബിൾസിന് അതിന്റെ സ്വന്തമായിട്ട് കുറെ ഫങ്ഷൻസ് ഉണ്ട്. അതിലെ ഒരു ഫംഗ്ഷന്റെ പേരാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. നമ്മൾ അതിനെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്നും വിളിക്കാറുണ്ട്. എക്സ് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, അതിനെയാണ് നമ്മൾ സ്മോൾ എഫെക്ട്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ സ്മോൾ എഫെക്ട്സ് ഇനി എവിടെ കണ്ടാലും ഓർത്തോണം, അതൊരു റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. അപ്പൊ ഈ സ്മോൾ എഫെക്ട്സിനെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നതുകൊണ്ട് നമ്മൾ പി എക്സ് എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് വേരിയബിളിന്റെ പേരും സ്മോൾ എക്സ് എന്ന് പറയുന്നത് വാല്യൂ ആണ്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എഫ് ഓഫ് 2 അങ്ങനെ ആവുമ്പോൾ എന്താകും? ഇറ്റ് വിൽ ബി പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2. എഫ് ഓഫ് 10 എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 10. ഈ രീതിയിൽ ഒരു റാൻഡം വേരിയബിൾ, ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ ഇങ്ങനത്തെ പ്രോബബിലിറ്റീസിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പൊ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? എഫ് എക്സ് ഇസ് ഈക്വൽ ടു പി എക്സ്. ഡിസ്ക്രീറ്റ് കേസിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് വിളിക്കാറുണ്ട്. സോ ഡി എസ് ഈക്വൽ ടു എഫ് എക്സ് ഈക്വൽ ടു ഡെഫിനിഷൻ എന്താന്ന് നോക്കൂ, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഓക്കെ, സ്മോൾ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ റാൻഡം വേരിയബിളിന്റെ വാല്യൂ, ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ. അപ്പൊ ഇതാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഇത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനും ഉണ്ട്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനും ഉണ്ട്. ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസും ഉണ്ട്. അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് താഴെ കിടക്കുന്നത്. 0 ലെസ് ആൻ ഓർ ഈക്വൽ ടു പി എക്സ് ലെസ് ആൻ ഓർ ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ പി എക്സിന് പകരം നമുക്ക് എഫ് എക്സ് ഉപയോഗിക്കാമല്ലോ. അപ്പം
0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഏത് റാൻഡം വേരിയബിളിന്റെ ആണെങ്കിലും പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന്റെ വാല്യൂ എപ്പോഴും എങ്ങനെ കിടക്കണം? 0യ്ക്കും 1നും ഇടയിൽ കിടക്കണം. രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് സമ്മേഷൻ ഓവർ പി എക്സ് ഈക്വൽ ടു 1. എന്ന് വെച്ചാൽ എക്സിന്റെ എല്ലാ വാല്യൂസിന്റെയും പി എക്സ് തമ്മിൽ കൂട്ടിയാൽ നമുക്ക് 1 കിട്ടണം. അപ്പൊ ഇത് രണ്ടുമാണ് പി എക്സിന്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ്. അപ്പൊ നമ്മൾ ഒന്നുകൂടെ പറയാം. ഒരു റാൻഡം വേരിയബിളിന് മനുഷ്യന് പേരും നാളും ഒക്കെ ഉള്ള പോലെ റാൻഡം വേരിയബിളിന് അതിൻ്റെതായ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. വൺ ഇസ് കോൾഡ് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അതിനെ നമ്മൾ സ്മോൾ എഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യും. എക്സ് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ അതേ സാധനത്തിനെ നമ്മൾ ക്യാപിറ്റൽ പി എക്സ് എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. വിച്ച് ഇസ് കോൾഡ് ദ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പം ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ആണ് പിന്നെ നമ്മൾ പറയുന്നത്. എന്താണ് എഫ് എക്സ്? എഫ് എക്സ് ഇസ് പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ്. അപ്പോൾ എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു 2. എഫ് ഓഫ് 10 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു 10. ഒരു റാൻഡം വേരിയബിൾ ഒരു പ്രത്യേക വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ പി ഡി എഫ് എന്ന് പറയുന്നത്. പി ഡി എഫിന് രണ്ട് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ്: 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, സമ്മേഷൻ ഓവർ എക്സ് പി എക്സ് ഈക്വൽ ടു 1. അതായത് നമ്മുടെ ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിക്ക് നമ്മൾ പല പല പി ഡി എഫുകളും കണ്ടുപിടിച്ച് വെച്ചേക്കാണ്. അതിൻ്റെ എല്ലാ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് പി ഡി എഫ് കണ്ടുപിടിച്ച് വെച്ചേക്കാണെങ്കിൽ എല്ലാം കൂടെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം? 1 കിട്ടിയേ പറ്റും. അപ്പം ഇതാണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. Okay, I stop the video now. I will continue in the next class.